വിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പേര് അനു ഫ്രബി. ഞാൻ പാതിരപ്പള്ളി ആലപ്പുഴ സെയിൻറ്റ് ഫ്രാൻസിസ് പൂന്തോപ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. പാതിരപ്പള്ളിയിലാണ് വീട്. ഞാൻ 2015 മുതൽ ഉടമ്പടി ജീവിതത്തിലാണ് പോകുന്നത്. അമ്മ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ആത്മീയമായും ഭൗതികമായും നൽകിയിട്ടുണ്ട്. 3 തവണ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇത് 4ാമത്തെ തവണയാണ്. അമ്മ മാതാവ് കനിഞ്ഞു തന്ന ഒരു ജോലിയിലൂടെ ഞാൻ വേളാങ്കണ്ണിയിലായിരുന്നു 8 വർഷമായി റെയിൽവേയിൽ ജോലി ചെയ്തിരുന്നത്. ദിവസവും വിശുദ്ധ കുർബാന, അത് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്. വേളാങ്കണ്ണി പള്ളി അടുത്താണെങ്കിലും ദിവസവും 30-32 കിലോമീറ്റർ യാത്ര ചെയ്താലേ വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അമ്മേനോട് എല്ലാ മാസവും ഇവിടെ വരുമ്പോൾ നേരെ ഇവിടെ വന്ന് കൃപാസനത്തിൽ അമ്മയുടെ പൂ വെച്ച് പ്രാർത്ഥിച്ച് ഇത് മാത്രമാണ് ചോദിക്കുന്നത്. അമ്മേ, വിശുദ്ധ കുർബാന മുടങ്ങരുത്. എനിക്ക് ഈ ഒരു വർഷമായിട്ട് അമ്മ അതിന് അനുഗ്രഹം തന്നു. ഈ 32 കിലോമീറ്ററും ദിവസവും യാത്ര ചെയ്യാനും ഡ്യൂട്ടി 12 മണിക്കൂറാണെങ്കിലും എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങാൻ അമ്മ അനുവദിച്ചില്ല. അമ്മയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടാതെ ഞാൻ നിരന്തരം ഉടമ്പടിയിൽ മക്കളെ നോക്കിക്കൊണ്ട് ജോലി ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്ഫർ നൽകണമെന്ന് അപേക്ഷിച്ചിരുന്നു. ഞാൻ അൾത്താരയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ അടിക്കടി വന്ന് കാണാറുണ്ടായിരുന്നു. അച്ഛനപ്പോൾ എന്നോട് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ വൈകും, പ്രാർത്ഥനയിലായിരിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. മിക്കവാറും അത് അച്ഛൻ ശ്രദ്ധിക്കാതെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നോട് പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് അച്ഛനെ കാണാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ TVC ഡിവിഷനിലേക്ക് ട്രാൻസ്ഫർ എന്ന് മാത്രം എഴുതിക്കൊണ്ടാണ് അച്ഛൻ്റെ കയ്യിൽ തുണ്ട് കൊടുത്തത്. അച്ഛനപ്പോഴും എന്നോട് ഇത് പഴയ ഇതല്ലേ എന്ന് ചോദിച്ച് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. 17-ാം തീയതി മെയ് മാസത്തിൽ ഞാൻ അച്ഛനെ കണ്ടു. അതിനുശേഷം ഞാൻ അതിനെപ്പറ്റി പിന്നെ ആലോചിച്ചില്ല. മ്യൂച്വൽ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഞാൻ പിന്നീട് ചെക്ക് ചെയ്യുകയൊന്നും ചെയ്തില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ കൃത്യം 20-ാം തീയതി എൻ്റെ ട്രാൻസ്ഫർ ഡ്രാഫ്റ്റായി എന്ന് ഫോണിൽ മെസ്സേജ് കിടക്കുന്നതാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടത്. പിന്നെ ഈ ജൂലൈ മാസത്തിൽ എനിക്ക് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് അമ്മ മാതാവ് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. 2 മാസം കൂടുമ്പോൾ നാട്ടിൽ വന്നിരുന്ന എനിക്ക് ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ വരുവാനും കുറേ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും അമ്മ അനുഗ്രഹം നൽകി. വീണ്ടും എൻ്റെ പുതിയ ജോലി സ്ഥലത്ത് എൻ്റെ ആശങ്ക വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ അവസരം ലഭിക്കുമോ എന്ന് തന്നെയായിരുന്നു. അതും അമ്മ ക്രമീകരിച്ചു. ഒരു ഫാത്തിമ മാതാവിൻ്റെ പള്ളിയോട് തൊട്ടടുത്ത് തന്നെ ഒരു ഭവനവും 2 നേരവും വിശുദ്ധ കുർബാനയുള്ള ഒരു പള്ളിയും എനിക്ക് അമ്മ ഒരുക്കി തന്നു. എനിക്ക് 32 കിലോമീറ്റർ യാത്ര ചെയ്തിരുന്ന എനിക്കിപ്പോൾ 5 മിനിറ്റ് പോലും നടക്കേണ്ട ദൂരമില്ലാതെ ഒരു പള്ളിയുടെ അടുത്ത് ആയിരിക്കാനായിട്ട് അമ്മ അനുവദിച്ചു. അതിനും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാനായിട്ടും അമ്മ ഇടയാക്കി നാട്ടിൽ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ഞാൻ 6 വർഷത്തോളമായിട്ട് ജോലിയിൽ സ്ഥിരമായി പോകാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഈ 3 മാസമായിട്ട് ചെറുതാണെങ്കിലും ഒരു ജോലിയിൽ സ്ഥിരമായി പോകുവാനായിട്ട് അമ്മ ഇടയാക്കി. എനിക്ക്
വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് അലർജി ഇൻഹേലറും ഉപയോഗിക്കുന്ന ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്നതാണ്. അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി എനിക്കതിൽ ഒരുപാട് ആശ്വാസം ലഭിക്കുന്നു. ഒരു വിധത്തിലും ഒരു ആരോഗ്യ പ്രശ്നവും എന്നെ ബാധിക്കാതെ അമ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ കാലിൽ ചൊറിച്ചിൽ, ഒരു ചെറിയ തടിപ്പ്, ഇതെല്ലാം വന്നപ്പോൾ ഞാൻ അമ്മയോട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്ന് ഉടമ്പടി തൈലവും ഉപ്പും ചേർത്ത് പുരട്ടി അതും ഉടനെ തന്നെ മാറി കിട്ടിയതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ എൻ്റെ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് മദർ തെരേസ കോൺവെൻറ്റിൽ താമസിച്ച് അവിടെയുള്ള അമ്മമാരെ കുളിപ്പിക്കാനും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഷയിലുമുള്ള കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും പറഞ്ഞ് വിതരണം ചെയ്യാനും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം വഴികളിലും വീടുകളിലും എല്ലാം ചേർന്ന് എനിക്ക് അമ്മ മാതാവിനെ പറ്റി പറഞ്ഞ് വിതരണം ചെയ്യാനും അവിടെയുള്ള രോഗികളെ തൈലം പൂശി പ്രാർത്ഥിക്കാനും അമ്മ അനുവദിച്ചതിനെ ഓർത്തും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 10-ാം തിരുവചനം.